വനംവകുപ്പിലെ RRT വികസനം വാഗ്ദാനത്തിൽ മാത്രമായി ഒതുങ്ങുകയാണ്. വയനാട്ടിലെ 3 ഫോറസ്റ്റ് ഡിവിഷനുകളിൽ ഓടിയെത്തേണ്ടത് 8-അംഗ സംഘം മാത്രമാണ്. മതിയായ അംഗങ്ങളില്ലാത്തതാണ് പ്രതിസന്ധി. മുൻകാല പ്രഖ്യാപനങ്ങളിലും തീരുമാനമായില്ല. ദീപക്, എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടത്ര ആൾബലം നൽകാതിരിക്കുന്നത്? ആരുടെ കുഴപ്പമാണ്? ഇത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ 3 ഡിവിഷനുകൾ, അതായത് വയനാട് വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ, മറ്റൊന്ന് സൗത്ത് വയനാട്, നോർത്ത് വയനാട്, ഇങ്ങനെ 3 ഡിവിഷനുകളിൽ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്കറിയാം വലിയ തോതിലുള്ള വന്യജീവി ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ആദ്യം എത്തേണ്ടത് പ്രതികരിക്കേണ്ടത് RRT സംഘമാണ്. ആ സംഘത്തിന്റെ എണ്ണമാണ് 8 എന്ന് പറയുന്നത്. ഒരേ സമയം തന്നെ പലയിടങ്ങളിലേക്കും ഓടിയെത്തേണ്ട അവസ്ഥയിലാണ് വയനാട്ടിലെ RRT സംഘമുള്ളത്. 8 സ്ഥിരം ജീവനക്കാർ, 2 ഡ്രൈവർമാർ, അങ്ങനെ ഒരു 10-അംഗ സംഘമെന്ന് നമുക്ക് പറയാം. ഒപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ താൽക്കാലികക്കാരെ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ദിവസവേതനത്തിന് വേണ്ടി ആളുകളെ വിളിച്ചുകൂട്ടി നിൽക്കേണ്ട അവസ്ഥയിലാണ് RRT ഉള്ളത്. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി നമ്മൾ കേൾക്കുന്നതാണ്. മന്ത്രി AK ശശീന്ദ്രൻ തന്നെ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ പറയുന്നത് RRT വിപുലീകരിക്കുമെന്നുള്ള ഉറപ്പാണ്. പക്ഷേ ഈ കണ്ട കാലം അത്രയും കഴിഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം ഒരാളുടെ ജീവൻ പൊലിയുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ട് പോലും കൃത്യമായി RRT വികസനം സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിനെക്കുറിച്ചും സ്പെഷ്യൽ സെല്ല് രൂപീകരിക്കുന്നതിനെക്കുറിച്ചും മന്ത്രി പറയുന്നുണ്ട്. അതേസമയം പ്രാഥമികമായി ചെയ്യേണ്ടത് ഈ RRT സംഘത്തിന്റെ എണ്ണത്തിൽ വർധനവ് വരുത്തുക എന്നുള്ളതാണ്. അത് വരുത്തുന്നതിനപ്പുറത്തേക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ കൂടുതലായി നിയമിക്കാമെന്നുള്ള നിലപാട് സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർക്ക് ഓരോ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ജോലി നൽകാറുള്ളത്. അതേസമയം മറ്റിടങ്ങളിലേക്ക് പെട്ടെന്ന് മാറേണ്ടി വന്നാൽ ഈ RRT സംഘത്തിന്റെ വിപുലീകരണമാണ് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. അത് നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിലേക്ക് ആളുകളെ വിന്യസിക്കുന്നതിനും തസ്തികകൾ സൃഷ്ടിക്കുന്നതിലും മെല്ലെപ്പോക്ക് നയം തുടരുന്നു എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഈ മണ്ണുണ്ടി മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായപ്പോൾ ആളുകൾ ആവശ്യപ്പെട്ടത് രാത്രിയിൽ പട്രോളിംഗ് ഉൾപ്പെടെ വേണമെന്നുള്ളതാണ്. ആ പട്രോളിംഗിലേക്ക് പോലും ഈ താൽക്കാലിക ജീവനക്കാരെ കൊണ്ടുവരിക എന്നുള്ള നിലപാട് സ്വീകരിക്കേണ്ട ദുരവസ്ഥയിലേക്ക് വനംവകുപ്പ് എത്തുന്നു എന്നുള്ളതാണ്. കൃത്യമായ ഒരു പ്ലേസ്മെന്റ് ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നം ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ RRT സംഘത്തിന് ഈ പറഞ്ഞ പടമല മേഖലയിലേക്കും തൊട്ടടുത്തുള്ള മേഖലയിലേക്കും ഒക്കെ ആന നീങ്ങുന്ന ഘട്ടത്തിൽ അവിടേക്ക് അടിയന്തരമായി എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യം. വയനാട്ടിലെ 3 ഫോറസ്റ്റ് ഡിവിഷനുകളിൽ ഓടിയെത്തേണ്ടത് 8-അംഗ സംഘമാണ്. മതിയായ അംഗങ്ങളില്ലാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നാണ് ദീപക് മലയമ്മ റിപ്പോർട്ട് ചെയ്യുന്നത്.